പ്രിയപ്പെട്ടവരെ, ഇന്ത്യൻ്റെ മഗ്‌രിബ് വാങ്കോടെ പിറ കണ്ടാൽ മുഹറം മാസം നമ്മിൽ നിന്ന് സലാം പറഞ്ഞു പോകും, സഫർ മാസം കയറി വരും. അപ്പോൾ പോരിശിയാക്കപ്പെട്ട പരിശുദ്ധമായ മുഹറം മാസം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ഈ മാസത്തിൻ്റെ എല്ലാ ഖൈറും നമുക്ക് കിട്ടണ്ടേ? നമ്മൾ തുടക്കം ബിസ്മി എഴുതിയവരുണ്ട്, പരിശുദ്ധമായ നോമ്പെടുത്തവരുണ്ട്, ഒരുപാട് നന്മ ചെയ്തവരുണ്ട്. അത് മുഴുവൻ സ്വീകരിക്കണം. ഈ മാസത്തിൻ്റെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഖൈറുകളും കിട്ടണ്ടേ? അതിനെന്താ മാർഗം? ഈ അവസാനത്തെ മൊമെൻറ്റിൽ ഇന്ന് മഗ്‌രിബിന് മുമ്പായി ചെയ്യേണ്ട കാര്യമുണ്ട്, അത് ഓർത്ത് ചെയ്യണം. അതോടൊപ്പം സഫർ മാസം, എന്താണ് ഈ മാസത്തിൻ്റെ പ്രത്യേകത? ഈ മാസത്തിൽ വല്ല ദുശ്ശകനങ്ങളോ അപകടങ്ങളോ ഉണ്ടോ? ഈ മാസത്തിൽ പ്രത്യേകം എന്തെങ്കിലും ചെയ്യാനുണ്ടോ, ചൊല്ലാനുണ്ടോ? എന്തൊക്കെയാണ് വേണ്ടത്? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇരുലോക ആഫിയത്തും ബറക്കത്തും സലാമത്തും നമുക്കെല്ലാം നൽകട്ടെ. പ്രത്യേകിച്ച് കമൻറ്റിൽ വരുന്ന സന്തോഷം, അതേപോലെ ദുആ ചെയ്യുന്ന, ഖൽബ് നിറച്ച് ദുആയിൽ ഉൾപ്പെടുത്തുന്ന, ദുആയിൽ ചേർക്കാൻ ഓർക്കാൻ പറയുന്ന എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്‌ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കറിയാം മുഹറം മാസം 29 ബുധനാഴ്ച. ഇന്നത്തെ മഗ്‌രിബ് വാങ്കോടെ ഒരു പക്ഷേ പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസം സലാം പറഞ്ഞ് പിരിയും. സഫർ മാസം നമ്മിലേക്ക് കയറി വരും പിറ കണ്ടാൽ. അപ്പോൾ മുഹറം മാസത്തിൻ്റെ ലാസ്റ്റ് മൂമെൻ്റാണ്. അത്യാവശ്യം ഒരല്പം ശ്രദ്ധ കൊടുത്താൽ ഈ മാസത്തിൻ്റെ എല്ലാ ഖൈറും നമുക്ക് കിട്ടും. മാസത്തിൻ്റെ 1-ാം തീയതി ബിസ്മി എഴുതി വച്ചത് മുതൽ പല ദിക്റുകളും സ്വലാത്തുകളും നോമ്പടക്കം ഒട്ടനവധി കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കബൂലിയത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അപ്പോൾ ദുആ ചെയ്യുമ്പോൾ, അല്ലാഹുവേ, ഈ മുഹറം മാസത്തിൽ നീ വച്ചിരിക്കുന്ന എല്ലാ ഖൈറും അത് മുഴുവൻ ഓടി നടന്ന് നേടിയെടുക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റിയില്ല. കൊച്ചു കൊച്ചു അമലേ ഉള്ളൂ, അത് തന്നെ യോഗ്യമായ അമലല്ല. അല്ലാഹുവേ, ഈ മുഹറം മാസത്തിൻ്റെ എല്ലാ ഖൈറും നീ എനിക്ക് നൽകണേ അല്ലാ എന്ന് മനസ്സറിഞ്ഞ് ചോദിച്ചു വാങ്ങണം. അങ്ങനെ ഖൈർ കിട്ടിയാൽ പിന്നെ നമ്മളായി ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. അങ്ങനെ ഖൈർ ചോദിക്കണം. അതോടൊപ്പം അല്ലാഹുവേ, ഈ മുഹറം മാസം പുതിയ വർഷത്തിൻ്റെ പുതിയ മാസം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ മുഹറമാക്കരുത്. ഒരുപാട് മുഹറമുകൾ നിൻ്റെ ആഫിയത്തോടെ, നിൻ്റെ ത്വായത്തിൽ പൊരുത്തത്തിൽ ഞങ്ങൾക്ക് നൽകണം. അങ്ങനെ ദ്വായരെ കണ്ട ലാസ്റ്റ് മൂമെൻറ്റാണ്. ഇന്ന് മഗ്‌രിബ് വരെ മസ്റ്റായി, മഗ്‌രിബിന് മുമ്പായി പിറ കണ്ടാൽ സഫറിലേക്ക് കയറും. അപ്പോൾ ഏതായാലും ശ്രദ്ധിച്ചു കൊടുക്കുക പ്രിയപ്പെട്ടവരെ. ഇനി നമ്മിലേക്ക് കയറി വരാൻ പോകുന്നത് സഫർ മാസമാണ്. സഫർ മാസം എന്ന് പറയുന്നത് ഹിജറ കലണ്ടറിലെ 2-ാമത്തെ മാസമാണ്. മുഹറം ചേർന്ന് സഫർ. എന്താ ഈ സഫർ എന്ന് പേര് വരാനുള്ള കാരണം? അതിൻ്റെ കാരണങ്ങൾ ഒട്ടനവധി ഉലമാ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു കാരണം, സഫർ മാസം എന്ന് പറയുന്ന, സഫർ എന്ന് പറഞ്ഞാൽ എംറ്റി, ശൂന്യത, ഒന്നുമില്ല, പൂജ്യം, കാലിയായത് എന്നർത്ഥം. എന്താ അങ്ങനെ പറയാൻ കാരണം? അത് സഫറത്തുൽ ബുയൂത്ത്, വീട് കാലിയാകുക എന്ന് പറയുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു അറബികൾക്കിടയിൽ. അതായത് യുദ്ധം ഹറാമായ മാസമാണല്ലോ മുഹറം മാസം. അപ്പോൾ യുദ്ധം, മറ്റു അത്യാവശ്യ യാത്രകളൊന്നും അവർ ചെയ്യില്ല, അതൊക്കെ പെൻഡിങ്ങിൽ വെക്കും. എന്നിട്ടോ മുഹറം കൂടെ തീർന്ന് സഫർ തുടങ്ങുമ്പോഴേക്ക് യുദ്ധത്തിന് വേണ്ടി, മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങും അറബികളായ പുരുഷന്മാർ. അപ്പോൾ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ വീട് കാലിയായി പോകുന്ന അവസ്ഥ. അതുകൊണ്ടാണ് സഫറത്തുൽ ബുയൂത്ത് എന്ന് പേര് വരാൻ കാരണം, സഫർ ആ മാസത്തിന് അങ്ങനെ പേര് വരാൻ കാരണം എന്ന് പ്രിയപ്പെട്ടവരെ ചർച്ചയിൽ ഉലമാ പറഞ്ഞിട്ടുണ്ട്. പല കാരണങ്ങളും പറയുന്നുണ്ട്. അതിലൊരു പ്രധാന കാരണം ഇതാണ്. ഏതായാലും പ്രിയപ്പെട്ടവർ, ഈ സഫർ മാസം എന്ന് പറയുന്നത് മുഹറം മാസം പോലെ, ദുൽഹിജ്ജ മാസം പോലെ, റജബ് പോലെ അങ്ങനെ പോരിശിയാക്കപ്പെട്ട ഇബാദത്തുകൾ കൊണ്ട്, പ്രത്യേകമായ നോമ്പുകളോ പ്രത്യേകമായ കർമ്മങ്ങൾ കൊണ്ട് മനോഹരമാക്കപ്പെട്ടൊരു മാസമല്ല, ഒരു സാധാരണ ഒരു മാസമാണ്. അതുകൊണ്ട് ഈ മാസത്തിൽ പ്രത്യേകമായി നമുക്കൊന്നും ചെയ്യാനില്ല. സാധാരണ മാസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട നമ്മുടെ സുന്നത്ത് ഫർളായ കാര്യങ്ങൾ, അതെല്ലാം പ്രത്യേകിച്ച് പരിഗണിച്ച് മുന്നോട്ട് പോവുക. പ്രത്യേകമായ നോമ്പോ മറ്റു കാര്യങ്ങളോ ഇതിനകത്ത് പ്രത്യേകം വരുന്നില്ല. എല്ലാ മാസവും ഉള്ളതുപോലെ തന്നെ അയ്യാമുൽ ബീദിൻ്റെ നോമ്പ് വരുന്നുണ്ട്, തിങ്കൾ വ്യാഴം നോമ്പ് വരുന്നുണ്ട്, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. അതല്ലാതെ മുഹറം പോലെ എക്സ്ട്രാ ഒന്ന് കയറി വരുന്ന മാസമല്ല. അതുകൊണ്ട് തന്നെ ഈ മാസം പൂർണ്ണമായും ദുശകുനമാണ്. ശകുനം സഫർ മാസമാണോ, എന്നാൽ വെടിക്കെട്ട് തീർന്നു എന്ന് പറയുന്ന മൊത്തം അടച്ചാക്ഷേപിക്കുന്ന ഒരു പതിവ് ഈ മാസത്തെക്കുറിച്ച് സർവ്വസാധാരണമായിട്ടുണ്ട്. അത് വേണ്ടെന്നാണ് പറയുന്നത്. ജാഹിലിയ കാലഘട്ടങ്ങളിൽ അത്തരം ചിന്തകളുള്ള ആളുകളുണ്ടായിരുന്നു. അത് ഇന്നും മുസ്ലിം ഉമ്മത്തിൻ്റെ ഇടയിലുണ്ട്. സഫർ മാസം മൊത്തം പോക്കാണ് എന്ന് കരുതുന്ന ആളുകൾ, സഫർ മാസത്തിൽ ഒരു ഇടപാട് നടക്കില്ല, ഒരു കുഴപ്പമില്ല. അതിൻ്റെ ഖൈർ നോക്കിയിട്ട് നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടെ സ്റ്റാർട്ട് ചെയ്യണം.
ഒരു കുഴപ്പമുണ്ടാകില്ല. അപ്പോൾ സഫർ മാസത്തിൻ്റെ ഈ അന്ധവിശ്വാസം, സഫർ ആയാൽ പിന്നെ പോക്കായി എന്ന് വിചാരിക്കുന്ന അന്ധവിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ വേരോടെ പിഴുതു കളയുന്നുണ്ട്. ലാ അദുവ വലാ തീറത്ത വലാ ഹമ്മത്ത വലാ സഫറ എന്ന് പറയുന്നത് ഇമാം മുസ്ലിം, ഇമാം ബുഖാരി തങ്ങളൊക്കെ കൊണ്ടുവന്ന് മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. അതായത് പകർച്ചവ്യാധി ഇല്ല, രോഗം പകർന്നു പിടിക്കുക, രോഗം പകരുക എന്ന് പറയുന്ന സംഭവം ഇല്ല എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ പകർച്ചവ്യാധി എന്ന് പറയുന്ന സയൻറ്റിഫിക്കലായി തെളിഞ്ഞ സംഗതിയാണല്ലോ ഉസ്താദ് എന്ന് ചോദിക്കും നമ്മൾ. പകർച്ചവ്യാധി എന്ന് പറയുന്നത് രോഗത്തിന് സ്വമേധയാ പകരാൻ പറ്റില്ല. പിന്നെ എന്ത് വേണം? അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ രോഗത്തിന് അള്ളാഹിൻ്റെ തീരുമാനം അനുസരിച്ചാണ്. അല്ല രോഗം എനിക്ക് സ്വന്തം അങ്ങോട്ട് പകരാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല, ആളുകൾക്ക് പകരാൻ പറ്റില്ല. അത് അള്ളാഹിൻ്റെ തീരുമാനം അനുസരിച്ചാണ്. തീരുമാനം അള്ളാഹു എടുക്കുന്നത് എന്നാണ്. ഒരു രോഗിയുമായി ഇടപഴകിയ 10 ആളുകളിൽ 9 ആൾക്ക് രോഗം, ഒരാൾക്ക് രോഗമില്ല. എന്തുകൊണ്ടാണത്? രോഗം പകരില്ല, അതുകൊണ്ടല്ല, അള്ളാഹുവാണ് തീരുമാനം എടുക്കുന്നത്. ഒരാൾക്ക് പകരണ്ട എന്നാണ് അള്ളാഹു തീരുമാനിച്ചു. അപ്പോൾ രോഗത്തിന് സ്വയം പകരാൻ പറ്റില്ല, അള്ളാഹിൻ്റെ തീരുമാനം വേണം ഇതന്നെ അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയില്ല. വലാ തീരത്ത പക്ഷിനോട്ടം, പക്ഷിനെ പറപ്പിച്ചിട്ടിട്ട് അത് വലതുഭാഗത്തേക്കാണ് ഇടതുഭാഗത്തേക്കാണോ അതിൻ്റെ ശാസ്ത്രം നോക്കിയിട്ട് കാര്യങ്ങളുടെ ഗുണദോഷങ്ങൾ പരിഗണിക്കുക, പോണോ വേണ്ടയോ, ചെയ്യണ്ടേന്നൊക്കെ. വലാ ഹമ്മത്ത, ഈ മൂങ്ങയെക്കൊണ്ടുള്ള ദുശ്ശകനം നോക്കുന്ന പരിപാടി, അതും പാടില്ല. അത്തരം അവസ്ഥകളെല്ലാം പരിശുദ്ധമായ ദീൻ ഇസ്ലാം വിലക്കിയ കാര്യമാണ്, അന്ധവിശ്വാസങ്ങളാണ്. അതും വിശ്വാസങ്ങളിലേക്ക് ചേർക്കാൻ പാടില്ല. വലാ സഫറ, സഫർ മാസം മുഴുവൻ ബർക്കത്തേടാണ്, സഫറിൽ ആണെങ്കിൽ ആകെ പരാജയപ്പെടും എന്ന് ചിന്തിക്കുന്ന, ദുശ്ശകനമാണ് സഫർ മുഴുവനും എന്ന് ചിന്തിക്കുന്ന അവസ്ഥയും ആ വിശ്വാസവും പാടില്ല എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറഞ്ഞു. ഇതൊക്കെയാണുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ചു കൊടുക്കേണ്ട കാര്യം എന്താ? ഇന്ന് പിറ കണ്ടു നമുക്ക് ബോധ്യപ്പെട്ടു. സഫർ മാസത്തിലേക്ക് കയറിയാൽ ഈ മാസത്തിൻ്റെ എല്ലാ ഖൈറും നമുക്ക് കിട്ടണ്ടേ, എല്ലാ ഷെറിൽ നിന്ന് നമുക്ക് സലാമത്താകണ്ടേ, ഈ ഒരു മാസം മുഴുവനും നമുക്ക് ആഫത്ത് മുസീബത്ത് രോഗങ്ങളിൽ സലാമത്താകണ്ടേ, ഈ ഒരു മാസത്തിൽ ജീവിച്ചാലും മരിച്ചാലും രക്ഷപ്പെടണ്ടേ, സലാമത്ത് വേണ്ടേ? അതിനെന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തോടുകൂടെ ഈ മാസം തുടങ്ങണം. എല്ലാ മാസത്തെ പോലെ അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ ഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വ റബ്ബുക്കല്ലാഹ് ഹിലാലു റുസ്ദിൻ വഖൈർ ആമൻതു ബില്ലാഹില്ലദീ ഖലഖക് ആമൻതു ബില്ലാഹില്ലദീ ഖലഖക് ആമൻതു ബില്ലാഹില്ലദീ ഖലഖക് അൽഹംദുലില്ലാഹില്ലദീ ദഹബ ബിശ്ശഹരി മുഹറം വജാഅ ബിശ്ശഹരി സഫർ. എത്ര സന്തോഷകരമായ ദുആ എന്നറിയോ? ഹദീസ് സുന്നത്തായി വന്ന ദുആയാണ്. ഈ ദുആ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഖൈറും കിട്ടും, എല്ലാ ശർറിൽ നിന്നും സലാമത്താവും. ഈമാനും ശരീരത്തിനൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടുന്ന വാക്കാണ് ഈ വാക്ക്. അള്ളാഹു ഒരുപാട് നിഅമത്തുകൾ ഈ മാസം നമുക്ക് കൂട്ടിത്തരാൻ ഇത് കാരണമാവും ഈ ദുആ കൊണ്ട്. അപ്പോൾ ഈ ദുആ ചെയ്തു കൊടുക്കാം. അതിനുശേഷം സൂറത്തുൽ മുൽക്ക് എല്ലാ മാസത്തിൻ്റെയും തുടക്കത്തിൽ ആദ്യ രാവിലെ സൂറത്തുൽ മുൽക്ക് സുന്നത്താണ്, ഫുഖാഹകൾ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക ഒരു വട്ടം. തബാറക്കല്ലദീ സൂറത്ത് ഒരു വട്ടം സുന്നത്താണെന്ന് നെയ്യത്തിൽ ഓതുക. പിന്നെ സർവ്വസാധാരണമായി നമ്മൾ ചെയ്യേണ്ടതും ചൊല്ലേണ്ടതൊക്കെ നമ്മൾ പാരായണം ചെയ്യുക, ഒരു കുഴപ്പമില്ല. ഇനി സഫർ മാസത്തിൽ ശകുനമാണ്, അല്ലെങ്കിൽ അത്തരം ദുർചിന്തകളൊക്കെ മനസ്സിലേക്ക് എത്ര മാറ്റിയിട്ട് റിമൂവ് ചെയ്തിട്ടും പിശാച് കൊണ്ടുവരാണെങ്കിൽ അള്ളാഹിനോട് തവക്കുലാക്കിയിട്ട്, അള്ളാഹുവേ പടച്ചോനെ നിന്നെ ഞാൻ ഏൽപ്പിക്കണം എല്ലാ കാര്യവും, എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് തവക്കുല് ചെയ്യുന്നൊരവസ്ഥയൊക്കെ ഇത്തരം അവസ്ഥകളിലേക്ക് ഉണ്ടാവുക, വേറെ കുഴപ്പമില്ല. പിന്നെ സർവ്വസാധാരണമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അക്കൂട്ടത്തിൽ സഫർ മാസത്തെ 10ാമത്തെ ദിവസം, സഫർ 10, എല്ലാ അറബി മാസത്തിലും ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തദ്ഹബു ബിൽ അംവാൽ വ തഹ്തികുൽ അസ്താർ, നിങ്ങൾക്ക് മാനഹാനി ഉണ്ടാകുന്ന, നിങ്ങൾ വശലായി പോകുന്ന ചില കുടുക്കത്തിൽ പെട്ടുപോകും, സാമ്പത്തികമായ വലിയ അബദ്ധത്തിൽ പെട്ടുപോകുന്ന പ്രയാസങ്ങളുള്ള ദിവസമുണ്ട്. ഒരു വർഷത്തിലെ ഓരോ മാസത്തിലുണ്ട്. അത് സഫർ മാസത്തിൽ സഫർ 10ൻ്റെ എന്നാണ്. അത് എന്നാണെന്ന് കലണ്ടർ നോക്കിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുക. പിന്നെ നെക്സ്റ്റിൻ്റെ ദിവസങ്ങൾ പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുള്ള, പ്രത്യേകം വീട് വെക്കാനോ വാഹനം ഡെലിവറി ചെയ്തെടുക്കാനോ ഇടപാടുകൾ തുടങ്ങാനോ യാത്ര പോകാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ കഫാക്ക് ഇസ്ലാമിക് ചാനലിൻ്റെ കലണ്ടർ ഒന്ന് പരിശോധിച്ചിട്ട് അതനുസരിച്ച് കാര്യങ്ങൾ നീക്കാവുന്നതാണ്, കുഴപ്പമില്ല. അപ്പോൾ സുന്നത്തായ അയ്യാമുൽ ബീദിൻ്റെ 13, 14, 15 നോമ്പുകളുണ്ട്. അതേപോലെ തിങ്കൾ വ്യാഴം നോമ്പുണ്ട്. ഇതൊക്കെ പരിഗണിച്ചു കൊടുത്ത് കഴിവിൻ്റെ പരമാവധി അതിനൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൻ്റെ എല്ലാ ഖൈറും നമുക്ക് നൽകി എല്ലാ ശർറുകളിൽ നിന്നും നമുക്ക് സലാമത്ത് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വ ആഖിറു കലാമി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ്
ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله